ഞാൻ ഇപ്പം വിവി ആയിട്ട് ഡിമാൻഡ് ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പോൾ BWന്റെ കാര്യങ്ങളൊക്കെ ഇതൊരു കഴിയാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറാം. ഞങ്ങളിവിടെ ഉണ്ട്. നേരിട്ട് കാണാൻ കഴിയും. അതിന് ഇത്രയും ബൈ. ഹലോ ഫ്രണ്ട്സ്, NH Forty-Seven Vlogsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. നമ്മളെ മിക്ക വീഡിയോസും വരുന്നത് ഞായറാഴ്ചയാണ്. കാര്യം ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ആകെ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമേ ഉള്ളൂ. ഞായറാഴ്ചയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഹാം റേഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ഈ സെറ്റ് നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. കാര്യം ഒരുപാട് വട്ടം ഞാൻ എൻ്റെ പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചിട്ടുള്ള സെറ്റാണിത്. അപ്പം ഇത് പുതിയതായിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങിച്ച സെറ്റാണ്. അപ്പം കൊല്ലത്തെ നെറ്റ് കൺട്രോളറും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുമായ U3 ബ്രാവോ വിസ്കി നമ്പർ ശ്രീജു അദ്ദേഹത്തിന്റെ സെറ്റാണിത്. അപ്പം ഈ സെറ്റ് നമ്മളിന്ന് വെഹിക്കിൾ, അതായത് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ കാറിനകത്ത് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ പലർക്കും ഇത് അറിയാവുന്ന ഒരു സംഭവമായിരിക്കും. ഇത് പുതിയതായിട്ട് വന്ന ഹാൻഡ്സുകൾക്കും അതുപോലെ ഇത് അറിയാൻ എന്താ പറയുന്നത് ആഗ്രഹമുള്ളവർക്കും വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം നമുക്ക് നേരെ ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോയിലോട്ട് പോകും. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ വണ്ടി ഇതാണ് സെറ്റ് ചെയ്യാൻ പോകുന്ന വണ്ടി. സെലേറിയാണ് വണ്ടി മാരുതിയുടെ. അപ്പം ഇതിനകത്ത് നമ്മളെ GM 300 എന്ന് പറഞ്ഞ സെറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ നവംബറിൽ പരിചയപ്പെടാൻ നിങ്ങൾക്ക് പരിചയം കാണും. നെറ്റ് കൺട്രോളറാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ബാ. ഇതാണ് നമ്മളെ BWN എന്ന് പറയുന്ന സ്റ്റേഷൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയാണ് വണ്ടി. അദ്ദേഹത്തിന്റെ ബാക്കി കാര്യങ്ങൾ ഇതിപ്പോ എങ്ങനെയാണ് മുമ്പ് എങ്ങനെയാണ് സെറ്റപ്പ് എങ്ങനെയാ ചെയ്തോണ്ട്? നേരത്തെ ഞാൻ നമ്മുടെ ഈ എക്സ്റ്റേണൽ ലാൻഡ് ഇത് ഡയമണ്ട് M285 എന്ന് പറഞ്ഞൊരു മോഡലാണ്. നല്ല പെർഫോമൻസ് ആണ്. പക്ഷെ ഇതുവരെ ഞാൻ മറ്റേ ഹാൻഡിൽ കണക്ടർ വെച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ഇത് നമ്മളുടെ ഒരു ഹാം സുഹൃത്ത് തന്നതാണ്. ഇറങ്ങുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഈ മോഡൽ ഇത് റെഫ്യൂസിന് നല്ലല്ല. ഈ പോലീസും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ക്വാളിറ്റിയുള്ള സെറ്റ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അതുപോലെ തന്നെ ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് രണ്ട് സ്ഥലത്ത് നമുക്ക് വെക്കാൻ പറ്റും. ഇവിടെ ഇപ്പം എയർ ബാഗ് ഇല്ല. എയർ ബാഗ് ഉള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് എയർ ബാഗ് ഇല്ലാത്ത മോഡലാണ്. അങ്ങനെയുള്ള മോഡൽസ് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഹാൻഡി ഒരു സ്കിഡാവുന്ന ഒരു ഗ്രിപ്പ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ വെക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൗണ്ട് ചെയ്ത് വെക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ ചെയ്തിട്ട് നമുക്ക് ഈ സെറ്റ് ഇവിടെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ മൗണ്ട് വാങ്ങിക്കാൻ പറ്റും. പഴയ സെറ്റാണ്ട് ഇതിനകത്ത് മൗണ്ട് അവൈലബിൾ അല്ല. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിത് ഇവിടെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനുള്ളത്. ഇവിടെ ആയിട്ട് ഇങ്ങനെ അതുണ്ടോ, ഇതാകുമ്പോഴത്തേക്കും സ്മൂത്തായിട്ട് ഇരുന്നിട്ട് വേറെ ഡിസ്റ്റർബൻസോ കാര്യങ്ങളൊന്നുമില്ല. PT നമുക്ക് ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ രണ്ട് സ്ഥലമാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ വെക്കുന്നതിനായാലും അവിടെ വെക്കുന്നതിനായാലും കുറച്ച് പണിയുണ്ട്. അപ്പോൾ പിന്നീട് നമുക്ക് ഇതിനകത്തോട്ട് മാറ്റാം എന്നുള്ളതേ പറ്റത്തുള്ളൂ. വയറിങ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ പോയി. ഓൾറെഡി നമ്മൾ ഈ ആൻറ്റിനയുടെ ഒരു ലൈൻ ഇവിടെ വന്ന് കിടപ്പുണ്ട്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ആൻറ്റിനയുടെ ലൈൻ വരുന്നത്. അപ്പം രണ്ട് സൈഡിലും ഓക്കെയാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഇട്ട് ഒട്ടിക്കാം. എന്നാലും അതിൽ നിൽക്കത്തില്ല. എന്നാലും ഇവിടെ തൽക്കാലത്തേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. മൗണ്ടും എടുത്തിട്ട് നമുക്ക് ഇവിടെ പിന്നീട് അപ്ഗ്രേഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. ഇപ്പം ഓൾറെഡി ഇതിനകത്തുനിന്ന് കണക്ടർ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് രണ്ട് ലൈൻ അടിച്ച് വയ്ക്കുക. 1.2 സ്ക്വയർ ആണെന്ന് തോന്നുന്നത്. 1.5 2 സ്ക്വയർ വയറും കൊണ്ട് ഇട്ടേക്കുന്നത്. കസ്റ്റം ചെയ്തേക്കാണ്. ഇനി നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം. നേരെ ബോണറ്റ് വന്നിട്ട് ബാക്കി എന്താ പരിപാടി വയ്ക്കാൻ നോക്കാം. അങ്ങനെ നമ്മളിപ്പം വയറിങ്ങിനായിട്ട് ലൈൻ എടുത്തിട്ടുണ്ട്. ഇത് DC ലൈനാണ്. അതിനെക്കാട്ടും കുറച്ചും കൂടെ സ്ട്രെങ്ത് കുറവാണ്. ഇത് 1.5 സ്ക്വയർ mm ആണ്. അതിന് ഏകദേശം ഒരു 10 ആംപിയറിൻ്റെ ഫീച്ചറിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഈ ലൈനിൻ്റെ ആവശ്യമേ ഉള്ളൂ. തിയേറ്റർ ലൈൻ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ലൈൻ ഇത് DC വയറാണ്. ഒരിക്കലും നമ്മൾ വീട്ടിൽ വയർ ചെയ്യുന്ന നിങ്ങൾ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന വയർ വണ്ടിയിൽ ഉപയോഗിക്കരുത്. പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്ത DC വയർ അവൈലബിൾ ആണ്. ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ഉപയോഗിക്കുന്നതാണ്. ഞാനിപ്പോൾ ഒഴിവാക്കിയത് തന്നെ ഞാൻ ഒരു വയർ വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ആ വയർ ഇട്ടാണ് ചെയ്യും. അപ്പോൾ ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടാണ്. ഒരു 2 ലൈൻ എടുത്തിട്ടുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിനകത്ത് തന്നെ 2 ടൊറോയിഡ് ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, 2 ടൊറോയിഡ് ഇട്ടിട്ടുണ്ട്. ഈ പഴയ വണ്ടികൾക്കും പുതിയ വണ്ടികൾക്കും ഈ നോയ്സ് ക്യാൻസൽ ചെയ്യാൻ ഇത് ഒരു ഫിൽറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. 2 ടൊറോയിഡ് 2 സൈഡിലായിട്ട് പോസിറ്റീവിനും നെഗറ്റീവിനും ഇട്ടിട്ടുണ്ട്. 2 ടൊറോയിഡ് ഇട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കണക്ട് ഇതിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ഒരു പറഞ്ഞേ ഇത് കാണിച്ചു തരാം. പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ കൊടുക്കുന്നു. നമ്മൾ ആൻഡിന് കൊടുത്തേക്കുന്ന ലൈൻ കറക്റ്റ് പ്രൈസ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടാണ്. അപ്പം
ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നേരത്തെ ഫീസിൻ്റെ കാര്യം പറഞ്ഞില്ല. ഞാൻ ഫീസ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം ഒരു 60 രൂപ റേഞ്ച് വെച്ചത്. ഈ ഫീസ് ഇട്ടിട്ട് മാൻഡേറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. നമുക്കൊരു 10 ആമ്പിയർ 10 to 15 ആമ്പിയർ ഫീസ് ബോക്സ് ആണ് എടുത്തത്. അപ്പോൾ ഇതിനകത്ത് 15 ആമ്പിയർ നേരത്തെ ഞാൻ പറഞ്ഞു തരുന്നു. നമ്മൾ ലൈൻ വലിച്ചിട്ടുണ്ട്. DC കാരൻ്റെ ലൈൻ നമ്മൾ കറക്റ്റ് അതിനകത്തൂടെ ആൻറ്റീനയുടെ സോക്കറ്റിന് വന്ന് നോക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ ലൈൻ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എൻഡിൽ നമ്മൾ ഇതിൻ്റെ ഫീസിൻ്റെ ജോയിൻ്റാണ് നമ്മൾ അതിന് കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അടുത്ത എൻഡെന്ന് പറയുന്നത് ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് തന്നെ ഫോണിൻ്റെ ഏതോ ലൈൻ വന്നിട്ടുണ്ട്. ഇതുമായിട്ട് മാച്ച് ചെയ്തു നേരെ പോസിറ്റീവ് ലൈൻ ഇവിടെ കണക്ട് ചെയ്യണം. ഏകദേശം വയറിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഫീസ് ഇട്ടു, അതുപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് 2 ഇതായിട്ട് കൊടുത്ത് പിന്നെ കൈ അടിച്ചിട്ട് നേരെ ഈ ലൈനിൻ്റെ ഇടയിൽ കൂടെ വന്ന് സെറ്റ് പോയിട്ട് ബാക്കി പരിപാടികൾ നമുക്ക് അകത്ത് ചെയ്യാം. ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് ഇവിടെ ഒരു ടേപ്പ് അടിക്കണം. ഫീസ് ഇട്ടിട്ടില്ല, ഫീസും കൂടെ നമുക്ക് ഫീസ് ബോക്സ് ഇട്ടതിന് ശേഷം വെള്ളം കയറി വയ്ക്കാൻ വേണ്ടി നമുക്കൊരു ടേപ്പും കൂടെ അടിച്ചു കൊടുക്കാം. ബാക്കി ഇതിൻ്റെ മുകളിലൊക്കെ ഓവറോൾ ടേപ്പ് അടിച്ചിട്ട് ബാക്കി നമുക്ക് അകത്തെ പരിപാടിയാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഒരുവിധം ക്യാമറ കൊണ്ടുവന്ന് ഒരുവിധം നമ്മൾ വയറിങ് ഇതിൻ്റെ മേളിൽ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആൻറ്റി സ്പിഡിൻ്റെ മറ്റേ ഇത് കിട്ടും, മാറ്റ് കിട്ടും. അത് പറഞ്ഞാൽ സെറ്റ് തൽക്കാലത്തേക്ക് 3mm ഇടാൻ പറ്റും. അതിനുശേഷം നമുക്ക് മറ്റേ ആൻറ്റി സ്പിഡ് എന്താ പറയുക, പിന്നെ ഇതൊക്കെ ഒന്ന് ഇൻസുലേഷൻ അടിക്കണം, ടേപ്പ് അടിക്കണം. കാണാത്ത രീതിയിൽ ടേപ്പ് അടിച്ച് ഒതുക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ PTT നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. PTT നമുക്ക് നേരെ ഇവിടെ വരും. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾഡർ ഉണ്ട്, ഹോൾഡർ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്യുന്നുണ്ട്. പുതിയ വണ്ടിയാണ്ട് ഇതൊന്നും ഡാമേജ് ആക്കേണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് PTT ഇവിടെ വയ്ക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഹോൾഡർ ക്രിയേറ്റ് ചെയ്ത് നമുക്കിവിടെ ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പം ഗ്ലോ ബോക്സ് ഇളക്കി നമ്മളിവിടെ ചെറിയൊരു സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണ് ഇത് ഓൺ ഓഫ് വരുന്നത്. ഡയറക്റ്റ് അതായത് ഫീസും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം അപ്പാക്കണം. അതിനകത്ത് ഫീസ് വിട്ട് ഇതിൻ്റെ ആൻറ്റിന കണക്ഷൻ കൊടുത്തിട്ട് ഇതിനെ അപ്പാക്കി നമുക്ക് ഏതൊക്കെ സ്റ്റേഷനാണ് കിട്ടുന്നതെന്നുള്ളത് നമുക്കൊന്ന് കൺവെർട്ടർ നമുക്ക് നേരെയുള്ള SA239 ഇതിൽ സെറ്റ് ആവത്തില്ല. അപ്പോൾ നമുക്കൊരു കൺവെർട്ടർ ആവശ്യമാണ്. കൺവെർട്ടർ നമ്മൾ കണക്ട് ചെയ്യുക. കൺവെർട്ടർ കണക്ട് ചെയ്തതിന് ശേഷം ഇത് കണക്ട് ചെയ്യുക. ഇത് നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ ആൻറ്റിനയിലോട്ട് ഡയറക്റ്റ് കണക്ഷൻ വെക്കാം. ഒന്നുകൂടെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. ഇതെല്ലാം നല്ല ടൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കേബിൾ രണ്ടും കൂടെ ഒന്ന് എന്താ പറയുക ഒന്ന് ടേപ്പ് ചെയ്യണം. അല്ലെങ്കിൽ വൃത്തികേടായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലാത്തൊക്കെ ഒന്ന് കുറച്ച് ബാക്കിലോട്ട് നിർത്തി ഇതിനെയും കൂടെ ഒന്ന് ബാക്കിലോട്ട് നിർത്തി ഒന്ന് ടേപ്പ് ചെയ്യാം. എല്ലാം കൂടെ ഫ്രണ്ട്സ്, അങ്ങനെ അകത്ത വയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഫീസാണ്. ഫീസ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഫീസ് എൻ്റെ കയ്യിരുന്ന 10 ആമ്പിയറിൻ്റെ ഒരു ഫീസ് മിസ്സായി. അപ്പോൾ ഇതിൽ ഇരുന്നൊരു ഫീസ് തൽക്കാലത്തേക്ക് ഞാൻ അതിനകത്തോട്ട് ഇളക്കി ഇട്ടതാണ്. അങ്ങനെ അവിടുന്ന് ആ ലൈനും കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനി നമുക്ക് നേരെ വണ്ടിയുടെ അകത്തോട്ട് കാണിച്ചാൽ ബാ. അപ്പോൾ വണ്ടിയുടെ അകത്ത് നമ്മൾ ചെയ്തേക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലോ ബോക്സിനകത്തൂടെ നമ്മൾ ലൈൻ വന്നിട്ട് നേരെ ഇതിൻ്റെ അകത്തൂടെ കയറി ഇതിനകത്ത് ഇവിടെ ഞാൻ പറഞ്ഞില്ല എയർ ബാഗ് ഇല്ലാത്ത വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പോർഷൻ ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്തു. ലൈൻ എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മൾ ആൻറ്റിന കണക്ട് കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്. PTT കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ വണ്ടി സ്റ്റാർട്ടല്ല, ഇവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതൊന്ന് ഓണാക്കി കൊടുത്തപ്പോൾ ഓണായിട്ട് ഓക്കെ. ഇനി നമുക്കിനകത്ത് ആരെങ്കിലും ഒന്ന് വിളിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ള അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം നോക്കാം. ഇപ്പോൾ 3ാമത്തെ സ്റ്റേഷൻ കിടക്കുന്നത് നമ്മളെ കൊല്ലം GCC റിപ്പീറ്ററാണ്. റിപ്പീറ്റർ എൻ്റെ വീടിന് ഏകദേശം ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ആ ഒരു ഡിഫറൻസേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് വിളിച്ച് നോക്കാം ആരെങ്കിലും ഉണ്ടോ ഇല്ല ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ അത് തന്നെ. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തില്ല, വണ്ടി ഓഫ് ചെയ്തിട്ടേക്കാണ്. വിളിച്ച് നോക്കാം. ഡ്രൈവർ V3 നവംബർ ക്യൂബക് ബ്രാവോ V3 NQB V3 FLW ആവാ. FLW നിങ്ങളുടെ നടക്കട്ടെ. അപ്പൊ ഒരു റിപ്പോർട്ട് പോലെ ഞാൻ അപ്പൊ ചെറിയ പറഞ്ഞതാണ്. NQB EQS FLW റിട്ടേണിംഗ്. NQB താങ്ക് യു വന്ന് സ്റ്റാൻഡ് ബൈ നിന്നതിനും വന്നതിനും താങ്ക് യു. ക്യൂആറിലാന്ന് പറഞ്ഞ് മനസ്സിലായി, കാര്യങ്ങൾ നടക്കട്ടെ. 73 ബൈ. EQS എങ്ങനെയുണ്ട്? ഞായറാഴ്ചയാണ് എന്തായാലും പരിപാടി. എങ്ങനെയുണ്ട് റിപ്പോർട്ട്? എങ്ങനെയുണ്ട്? O2 EQS FLW
ഓക്കെ റോജർ ദാറ്റ് ഈ കേസ്. അപ്പം നമ്മളെ DW ഉണ്ടായിരുന്നു. അപ്പം പുള്ളിയുടെ മൊബൈൽ GM300 സെറ്റ് ചെയ്തു. അപ്പം അത് ചെക്ക് ചെയ്ത് ഫസ്റ്റ് QS ആണ് 59 എന്ന് പറഞ്ഞത്. റിവേഴ്സിലൊന്ന് നോക്കാൻ പറ്റുമോ? റിവേഴ്സിലൊന്ന് നോക്കാൻ പറ്റുമോ? ഓക്കെ QSL അപ്പൊ പറഞ്ഞ മനസ്സിലായി, ഹാൻഡിലാന്ന് പറഞ്ഞ മനസ്സിലായി. പിന്നെ ഇതിനകത്ത് മറ്റേ മോട്ടോയുടെ ടോൺ വരുന്നുണ്ടോ? ഇല്ല. ഈ കേസ് നമ്മുടെ മോട്ടോയുടെ മറ്റേ റോജർ ടോൺ ഇതിനകത്ത് വരുന്നുണ്ടോ? ഓക്കെ സ്റ്റാൻഡ് ബൈ നിൽക്കാൻ പറ്റും, നിൽക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്തിട്ട് വിളിക്കാം, അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വിളിക്കാം. ഇപ്പോഴത്തെ ഷോർട്ട് കോൺടാക്ട് അപ്പം സ്റ്റാൻഡ് ബൈ കാണുമെന്ന് വിചാരിക്കുന്നു. ഫൈനൽ EQS FLW നെഗറ്റീവ്. ഞാനിവിടെ എൻ്റെ QTHലുണ്ട്, BW ഇങ്ങോട്ട് വന്നു. അപ്പം അതൊന്ന് സെറ്റ് ചെയ്യാനായിട്ടേ, അപ്പം അത് എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞ് അതിനകത്താണ് ഇപ്പം ഞാൻ QS ചെയ്യുന്നത്. BW എന്നിന്റെ വണ്ടിയിലാണ് ഇപ്പൊ സെറ്റ് ചെയ്തത്. ഓവർ. റോജർ മോസ്റ്റ് വെൽക്കം. ഞാൻ ഇവിടെ വീട്ടിലുണ്ട്, വന്നാ മതി. ഓവർ. ഓക്കെ DQS അപ്പൊ നടക്കട്ടെ, മറ്റു വിശേഷങ്ങളൊന്നുമില്ല. താങ്ക് യു ഫോർ ദ ഷോർട്ട് കോൺടാക്ട്. ആൻഡ് ഇതുവഴി വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറാം, ഞങ്ങളിവിടെ ഉണ്ട്. നേരിട്ട് കാണാൻ വിചാരിക്കുന്നു. 73 ബൈ. ഫ്രണ്ട്സ്, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ BWന്റെ വണ്ടിയിൽ മോട്ടോള സെറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇത്. അപ്പം ഒരുപാട് ആൾക്കാർക്ക് ഈ പറയുന്ന സെറ്റ് ചെയ്ത ആൾക്കാരുണ്ട്, ഈ പറയുന്നിടത്തുള്ള VHF സെറ്റുകൾ പിന്നെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം നമുക്ക് ലൈസൻസ് അല്ലെന്നുണ്ടെങ്കിൽ നിയമം നമുക്ക് അലൗഡ് ചെയ്യുന്നുള്ളൂ. അതല്ലാതെ ഇത് കൈവശം വയ്ക്കുകയോ അതെല്ലാം ഉപയോഗിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് പറഞ്ഞു വെച്ചാൽ ലൈസൻസ് ഇല്ലാത്തവർ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഇത് ഞാൻ ആദ്യം പറയേണ്ടുള്ള കേസാണ്, മറന്നുപോയി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് ഉണ്ട്. ഇതിപ്പം പുള്ളിയുടെ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഫ്രീക്വൻസിയിലാണ് കിടക്കുന്നത്. നമുക്ക് നമ്മുടേതായ ഒരു കസ്റ്റമൈസ് അതിപ്പോൾ ഞാൻ ഇതിനകത്ത് നമുക്ക് ലാപ്പ് കണക്ട് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇങ്ങനെ ഇത് മാറ്റുന്ന വീഡിയോ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരാണ് നമ്മൾ ഹിസ്റ്ററിയിൽ കിടപ്പുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു. ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.